ശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നാളുകൾക്ക് സംഭവിക്കുന്ന ഈ 2025 സംഭവിക്കുന്ന രാശിമാറ്റമാണ്. ഇന്ന് പറയുന്നത് ചിത്തിരനാളിനെ കുറിച്ചിട്ടാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു ഭാഗം തൊട്ട് വെച്ചാൽ പുതിയ വീഡിയോയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വയം തീരുമാനമെടുക്കുന്നതിനും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതിനും നല്ല കഴിവുള്ളവരാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ സ്വന്തം ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ട്. ഇതൊരു പോരായ്മ തന്നെയാണ്. അത് മാറ്റി ഈ വർഷം മുന്നോട്ട് പോകുക, അതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ സ്വന്തം ലാഭം മാത്രം കാണാതെ പൊതുവായിട്ട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പരാജയങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനസ്സ് പതറാതെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക, അതിനെ അതിജീവിക്കുക. പിന്നെ ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോകാതിരിക്കുക. അതായത് ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ വന്നാലും പെട്ടെന്ന് മനസ്സ് പതറിപ്പോകുന്നൊരു പ്രവണതയുണ്ടെങ്കിൽ അത് പൊതുവെ ഒന്ന് മാറ്റിവെക്കുക. അത് ആത്മവിശ്വാസം പൊതുവേ ആത്മവിശ്വാസം ഉള്ളവരാണ് എങ്കിൽ കൂടി ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോകുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ പോവുക. പിന്നെ ഈ ഒരു ആത്മവിശ്വാസം ഉള്ളയാൾ ആയതുകൊണ്ട് തന്നെ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. സഹായം ആവശ്യപ്പെട്ട ആരെങ്കിലും വന്നാൽ തന്നെ കൈയച്ച് സഹായിക്കുന്നൊരു സ്വഭാവം ഉള്ള ഒരു വ്യക്തിത്വമാണ് ഇവർക്കുള്ളത്. എന്നാൽ അതൊരു കാര്യം ചിന്തിക്കുക, ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ ഇത് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുക. മറ്റുള്ളവരെ ഉപദേശിക്കുന്നൊരു സ്വഭാവവും നിങ്ങൾക്കുണ്ട്. അത് വേണ്ട. കാരണം മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ നമ്മൾ അമിതമായിട്ട് ഇടപെടുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി പോകുക. ഭരിക്കുന്നൊരു സ്വഭാവമുള്ളതായി അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മാറിപ്പോകുക. അമിതമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചെറിയ എതിർപ്പുകൾ ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ. അതൊക്കെ താൽക്കാലികമായിരിക്കും എന്നും പറഞ്ഞത് ഉപേക്ഷിക്കരുത്. ഭാവിക്ക് വേണ്ടി കുറച്ച് കരുതൽ നല്ലതാണ്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ഈ ഒരു 2025 ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.